റെയിൽവേയിൽ ഒരു ടി ജോബ് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, എന്താണ് ഏജ് ലിമിറ്റ്, എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഇപ്പോൾ വിളിക്കാനായിട്ട് പോകുന്ന റെയിൽവേയുടെ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏത് എക്സാമിലൂടെയാണ് RRB TTEക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒട്ടും മിസ് ചെയ്യേണ്ട, വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അപ്പൊ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന RRB NTPC പരീക്ഷയിലൂടെയാണ് നമ്മൾ RRBയിൽ ഒരു റെയിൽവേയിൽ ഒരു TT ജോബ് നേടിയെടുക്കുന്നത്. നേരത്തെ TTEക്ക് വേണ്ടി സെപ്പറേറ്റ് എക്സാം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ NTPCയോടൊപ്പം തന്നെയാണ്, അതായത് NTPC എന്ന് വെച്ചാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാമിലൂടെ തന്നെയാണ് TT പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമായിരിക്കും എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. ഞാൻ അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. RRB NTPCയുടെ നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവാണെന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഏതാ ഡേറ്റ് പറഞ്ഞേ? ഞാൻ എന്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചായിരുന്നു. ഒക്ടോബർ 21 തീയതിയാണ് നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. ഒക്ടോബർ 28 തീയതിയാണ് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ ഡേറ്റ് ഓപ്പണിംഗ്, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ SSC പോലെ തന്നെ എല്ലാ വർഷവും എന്ത് വിളിക്കാനായിട്ട് പോവാണ്, വേക്കൻസീസ് വിളിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ തന്നെ ലാസ്റ്റ് ഇയറിലെ NTPCയുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവേഷന്റെ കംപ്ലീറ്റ് ആയി, അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ ഇനി ടയർ 2 പരീക്ഷകളുണ്ട്, ഗ്രൂപ്പ് D എക്സാംസ് നടക്കാനായിട്ട് പോവാണ്. അപ്പൊ ഈ വർഷത്തെ പരീക്ഷകളെല്ലാം അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻസും വന്നു. അപ്പോൾ റെയിൽവേയിൽ ഒരു TT ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏത് പരീക്ഷ എഴുതി നേടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേയിലെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിലൂടെ ഒരു +2 ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷയിലൂടെ റെയിൽവേയിൽ നിങ്ങൾക്ക് TT ആയിട്ട് കയറാൻ സാധിക്കും. അപ്പൊ ഞാനൊന്ന് പറഞ്ഞുതരാം, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമും തമ്മിലുള്ള വ്യത്യാസം എന്താ. അപ്പൊ അത് കൃത്യമായിട്ട് പറയാം. NTPC എന്ന് വെച്ചാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം, അതായത് റെയിൽവേ നടത്തുന്ന നോൺ ടെക്നിക്കൽ പരീക്ഷയാണ്. റെയിൽവേ ടെക്നിക്കൽ പരീക്ഷ നടത്താറുണ്ട്. ഏതൊക്കെയാണ്? RRB, JEE, ALP പോലെയുള്ള ബിടെക് ഡിപ്ലോമക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷകളുണ്ട്. അതേപോലെ തന്നെ നോൺ ടെക്നിക്കൽ പരീക്ഷ +2 ഡിഗ്രി എനി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ. അതിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. മക്കളെ, അതിൽ ഏതൊക്കെ പേ ലെവൽ ഉണ്ട്? പേ ലെവൽ 6, പേ ലെവൽ 5, പേ ലെവൽ 4. ഇത് SSCക്കും ഉണ്ട് അല്ലെ? SSCക്കും വരുന്ന ഗ്രൂപ്പ് C പോസ്റ്റുകളിൽ വരുന്ന എന്താണ് പേ ലെവൽസ് ആണ് ഈ കിടക്കുന്നത്. അതേപോലെ റെയിൽവേക്ക് പേ ലെവൽ കൂടിയ പോസ്റ്റുകളൊക്കെയാണ് എന്തിൽ വരുന്നത്? ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാ വരുന്നത്? ഏജ് ലിമിറ്റ് വരുന്നത് 18 to അല്ലെങ്കിൽ 20, ഡിഗ്രി വേണമല്ലോ. അപ്പൊ 22 നമുക്ക് വരുന്നത് എത്രയാണ്? ഒരു 33 വരെ ഡിഗ്രി ഉണ്ടായിട്ട് 33 വരെ അപ്ലൈ ചെയ്യാം. നേരെ മറിച്ച് അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പോൾ +2 മതി ക്വാളിഫിക്കേഷൻ. അന്നേരം എന്താണ് വരുന്നത്? 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ രണ്ട് കാറ്റഗറിയിലും OBC-കാർക്ക് 3 ഇയർ റിലാക്സേഷനും SC/ST കാറ്റഗറി ഉള്ളവർക്ക് 5 ഇയർ റിലാക്സേഷനും വരുന്നുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം പറയണം. ഞാൻ ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് ആണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന ഏതൊക്കെയാണ്? ലെവൽ 3 പരീക്ഷകൾ, അതുപോലെ ലെവൽ 2 പരീക്ഷകൾ. ഈ ലെവൽ 3 എക്സാമിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോ പറഞ്ഞു വെച്ച ഏത് എക്സാം? RRBയുടെ TT പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായ മക്കളെ? അപ്പോ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ പോസ്റ്റിനെ കുറിച്ച് അറിയണം എന്ന് ആഗ്രഹം കാണും. അപ്പോൾ ഡേറ്റുകൾ മറക്കണ്ട. ഒക്ടോബർ 21 ഒക്ടോബർ 28. ഡിഗ്രി ഉള്ളവർക്ക് 2 പരീക്ഷകൾ എഴുതാം. +2 ഉള്ളവർക്ക് ഏത് പരീക്ഷ എഴുതാം? ഓക്കെ, ഒക്ടോബർ 28 തീയതി വരുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോ ഡിഗ്രിയും +2 ഒക്കെ ഉള്ള ആളുകൾ. അപ്പൊ ഈ ചാൻസ് മിസ് ചെയ്യരുത്. നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള ആളുകൾ മാത്രം കയറിയാൽ പോരാ. കേരളത്തിൽ നിന്നുള്ള SSC ലെവലില്, ആ റെയിൽവേ ലെവലിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അതിന്റെ കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നോക്കേണ്ടത് NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകൾ ഏതൊക്കെയാ? അപ്പൊ ഞാൻ പറയുന്നു, NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഏതൊക്കെയാ? മക്കളെ ഇങ്ങോട്ട് നോക്ക്. സ്റ്റേഷൻ മാസ്റ്റർ പരീക്ഷ, ഗൂഡ്സ് മാനേജർ, ട്രാഫിക് അസിസ്റ്റന്റ്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ജൂനിയർ അക്കൗണ്ട്സ്, സീനിയർ ക്ലർക്ക്, ഈ പോസ്റ്റുകളൊക്കെയാണ് NTPCയുടെ ഗ്രാജുവേറ്റ് ലെവലിൽ. അങ്ങനെ നോക്ക്, പേ ലെവൽ ഏതൊക്കെയാ കിടക്കുന്നത്? 6, 5, 4, 6, 5, 4 ആണ്. 5817. ഗൂഡ്സ് ട്രെയിൻ മാനേജറിന് തന്നെ നല്ല വേക്കൻസി ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്ററിനും അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇതൊക്കെയാണ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്ന
TT പോസ്റ്റിനെ പറ്റിയാണ്. എങ്ങനെയാണ് ഒരു TT പോസ്റ്റിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുന്നത്? മക്കളെ ഇത്രയേ ഉള്ളൂ. ഏതാണ്? ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. കൂടാതെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ടോ, CTC എന്ന് പറഞ്ഞുണ്ടോ, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഈ പോസ്റ്റിലൂടെ ഏകദേശം 2000 നല്ല അത്യാവശ്യം വേക്കൻസി ഒക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 2424 മൊത്തത്തിൽ 3000 നമുക്ക് 3058 വേക്കൻസി ഉണ്ട്. അതിൽ 2424 വേക്കൻസി എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്നുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലൂടെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സാർ ഒരു ടിക്കറ്റ് എക്സാമിനർ അല്ലെങ്കിൽ TTR എങ്ങനെ ആവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റിലൂടെയാണ് അവർ റിക്രൂട്ട് ചെയ്തിട്ട് പ്രൊമോഷൻ വഴി നമുക്ക് ഈ പോസ്റ്റുകൾ കിട്ടുന്നത്. അപ്പൊ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കാണുമല്ലോ, ഇതൊരു ലെവൽ 3 പോസ്റ്റ് ആണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക്. ഏജ് ലിമിറ്റ് വരുന്നത് എത്ര? 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ വരുന്ന ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റ് ഇരിക്കുന്നത്. ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് മക്കളെ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വളരെ വിരളമായിട്ടുള്ള ആളുകളല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എഴുതണം. നിങ്ങൾ മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാവരും എഴുതട്ടെ. ഈ ഓപ്പണിംഗ് മനസ്സിലാക്കി എഴുതട്ടെ. ഇപ്പൊ ഇപ്രാവശ്യം നടന്നില്ലെങ്കിൽ എല്ലാ വർഷവും വിളിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത വർഷം പിടിക്കാം. പക്ഷേ എക്സാമിന്റെ രീതി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി പറഞ്ഞേ, എന്താണ് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്? പലപ്പോഴും റെയിൽവേ എക്സാംസ് വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ് ഈ വിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ ഈ TT പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിഷൻ എന്തുവാണെന്നറിയാമോ? B2 ആണ്. B2 ആണ് സ്റ്റാൻഡേർഡ്. B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/9 അവിടെ ഒരു ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു 6/9 6/12 എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ മാത്രം ഫോളോ ചെയ്ത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് വെച്ചുകൊണ്ട് 6/9 6/12 എന്ന് പറയുന്ന ഒരു ക്ലിയർ വിഷൻ കിട്ടിയാൽ മതി. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഏറ്റവും ഹയസ്റ്റ് ഒന്നും അല്ല B2 എന്ന് പറയുന്നത്. കണ്ണാടി വെച്ചിട്ടുള്ളവർക്കും എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ലോക്കോ പൈലറ്റ് പോലുള്ള പോസ്റ്റുകൾക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് വിഷൻ നോക്കുന്നത്. അപ്പൊ എന്ത് ആവശ്യമില്ല, നമ്മുടെ ഈ TTAക്ക് 6/9 അല്ലെങ്കിൽ 6/12 എന്നുള്ള വിഷൻ ധാരാളം മതി. കണ്ണാടി വെച്ചിട്ടുള്ളവർക്ക് ഈ വിഷൻ ഓക്കെ ആണെങ്കിൽ എന്താണ്, അല്ലെ കണ്ണാടി ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. ഈ വിഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷനകത്ത് ഓക്കെ ആയിട്ട് വരും. പറഞ്ഞ മനസ്സിലായോ? ഇനി എന്താണ് ഇതിന്റെ ജോബ് പ്രൊഫൈൽ? എന്താ ജോബ് പ്രൊഫൈൽ? എന്താ എടാ ഒന്ന് പറഞ്ഞു, എന്താണ് ജോബ് പ്രൊഫൈൽ? നിങ്ങൾ പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇയാള് വളരെ നിങ്ങൾക്കറിയാം ട്രെയിനിലൊക്കെ ഒരു TT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് ഒരു ബ്ലൂ കോട്ട് ഒക്കെ ഇട്ട് വന്നിട്ട് അതിനകത്ത് നെയിം പ്ലേറ്റ് ഒക്കെ കൃത്യമായിട്ട് വെച്ച് അവരുടെ ബാഡ്ജിങ് ഒക്കെ ആയിട്ട് വരുന്ന വളരെ നല്ലൊരു ജോബ് പ്രൊഫൈൽ ആണ് എന്തെന്ന് പറയുന്നത് TT എന്ന് പറയുന്നത്. അയാളുടെ ജോബുകൾ എന്തൊക്കെയാ? അയാൾ മസ്റ്റ് എന്ത് ചെയ്യണം? ടിക്കറ്റുകൾ മേടിച്ച് എക്സാമിൻ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഇല്ലീഗലായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഇതൊക്കെയാണ് ഒരു TTയുടെ ജോബ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസിലേക്ക് വേണമെങ്കിൽ ഉള്ള ടിക്കറ്റ്സ് TTക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കാം. ഇങ്ങനെ കുറെ പ്രൊവിഷൻസ് TTക്ക് ഉണ്ട്. അപ്പൊ TT ആയിട്ടൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് പോലുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. സാലറി മാത്രമല്ല, ട്രാവൽ റണ്ണിങ് അലവൻസ് ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് TT എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പൊ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് സാലറിയും കൂടെ കിട്ടാൻ ചാൻസ് ഉള്ള പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് TT എന്ന് പറയുന്നത്. ഇനി കുറെ ആളുകൾക്ക് ഓവറോൾ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് നടത്തുന്നത്. 2 പോസ്റ്റുകൾ അതിരിക്കാൻ പോകുന്നത്. 21-ാം തീയതി ഗ്രാജുവേറ്റ്, 28-ാം തീയതി അണ്ടർ ഗ്രാജുവേറ്റ്. എന്താണ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്. 5800ഓളം വേക്കൻസി ഗ്രാജുവേറ്റിലും 3050ഓളം വേക്കൻസി അണ്ടർ ഗ്രാജുവേറ്റിലും വിളിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, ഡേറ്റുകൾ ഞാൻ ഓർമ്മിപ്പിച്ചു. 12th പാസ് മതി നമുക്ക് എന്തിനു വേണ്ടിയിട്ട്? അണ്ടർ ഗ്രാജുവേറ്റിന്. ഇനി ഗ്രാജുവേഷൻ മതി നമുക്ക് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു 18 to 33. ഇവിടെ 20 to 33 ഡിഗ്രി വേണമായിട്ട് 20 to 30 ആണ് വരുന്നത്. അണ്ടർ ഗ്രാജുവേറ്റിന് 18 to 30 ആയിരിക്കും വരുന്നത്. CBT1 CBT2 2 ഓൺലൈൻ എക്സാമുകളായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. ഇങ്ങനെയുള്ള എക്സാമിന്റെ വരാൻ പോകുന്ന എക്സാമിന്റെ ഒരു സമ്മറിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇനി ഒരുപാട് സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയും, ഇനി ഒരുപാട് ടൈം നമ്മുടെ ഫ്രണ്ടിലുണ്ടോ? ഒരുപാട് ടൈം നമ്മുടെ ഫ്രണ്ടിലില്ല. ഇപ്പോ നമുക്കൊരു ഈ മാസം തന്നെ അപ്ലൈ ചെയ്ത് കൃത്യം ഒരു വർഷ സമയം, ഒരു വർഷം വളരെ നീറ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെയിൽവേയുടെ ഈ പരീക്ഷ ഒരു ബെറ്റർ ചാൻസ് ആണ്. ഇത് ഒഴിവാക്കാതിരിക്കുക. കുറെ പേർക്ക് സംശയം കാണും, എന്താണ് സാർ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്? കൃത്യമായിട്ട് പറഞ്ഞുതരാം. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മക്കളെ, ഒരു CBT1 പരീക്ഷയുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. അതുപോലെ ഒരു CBT2 ടയർ 1 ടയർ 2 2
എക്സാമുകൾ ഉണ്ടാവും. അതിനുശേഷം ചില പോസ്റ്റുകൾക്കേ ഉള്ളൂ ടൈപ്പിംഗ് സ്കില്ല് വരുന്നത്. ടിടിക്ക് ഒന്നും ആവശ്യമില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും, അതായത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നു, മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നു. ഇന്റർവ്യൂയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ 2 പ്രധാനപ്പെട്ട പരീക്ഷകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഈ 2 പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, അല്ലെ? ഇതല്ലേ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ? ഇത് ഞാൻ കൃത്യമായിട്ട് പറയാം. എന്താണ് ഈ എക്സാമിന് പഠിക്കേണ്ടത്? ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻസ് കാണും ടയർ 1-ന്. മാത്സ് 30 ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ തന്നെ ജനറൽ റീസണിങ് 30 ക്വസ്റ്റ്യൻസ് കാണും. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. നമ്മുടെ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ, നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിൽ തന്നെ 2019 മുതൽ റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള NTPCക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ഫ്രീ ആയിട്ടുള്ള മാത്സിന്റെ ക്ലാസ്, റീസണിങ്ങിന്റെ ക്ലാസ്, ജനറൽ അവയർനെസിന്റെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ഇനി അത് കൂടാതെ നിങ്ങൾ ടയർ 2-ൽ എത്തുമ്പോൾ പുതിയ കാര്യങ്ങൾ വല്ലതും പഠിക്കണോ? ഒന്നും പഠിക്കണ്ട. ജനറൽ അവയർനെസ് ക്വസ്റ്റ്യന്റെ എണ്ണം ഇച്ചിരി കൂടും, 50 വരും. മാത്സ് 35 എണ്ണം വരും. റീസണിങ് 35 ക്വസ്റ്റ്യൻ, 120 ക്വസ്റ്റ്യൻസ്, 120 മാർക്ക്. അപ്പൊ ടയർ 1-നും ടയർ 2-നും 2 ടോപ്പിക്കുകളൊന്നും പഠിക്കേണ്ട. ഒരേ ടോപ്പിക് തന്നെ പഠിച്ചാൽ മതി. മാത്സ് നന്നായിട്ട് പഠിക്കുക, റീസണിങ് നന്നായിട്ട് പഠിക്കുക, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ് പഠിക്കുക. എന്താണ് പഠിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പഴയ വീഡിയോസ് കാണും, ഇല്ലെങ്കിൽ ഞാൻ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ വരും, പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളുമായിട്ട്. അപ്പം മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം. ഇനി ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും, ജനറൽ അവയർനെസ്സിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സ്ട്രാറ്റജിക്ക്, കറണ്ട് അഫയേഴ്സ് മുതലായ എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ പഠിക്കേണ്ട എന്താണെന്ന് മനസ്സിലായോ? 2 പരീക്ഷകൾക്ക് എത്രയാ മാർക്ക് സ്കോർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ തയ്യാറാവണം. അപ്പൊ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിശ അക്കാഡമിക്ക് ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, തൃശൂർ, കോഴിക്കോട്, അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ദിശ അക്കാഡമിക്ക് ഓഫ്ലൈൻ ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ വന്നിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അപ്പൊ എല്ലാ മന്തും നമുക്ക് പുതിയ ബാച്ചുകളുണ്ട് റെയിൽവേ എക്സാമുകളുടെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ഇനി അതല്ല, ഓൺലൈൻ ആയിട്ട് പഠിക്കണമെങ്കിലും ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ ദിശയുടെ യൂട്യൂബ് ചാനലിൽ 3000-ഓളം വീഡിയോസ്, ഞാൻ പറയുന്നു കേരളത്തിൽ ഒറ്റ ചാനൽ മാത്രമേ 3000-ഓളം ക്ലാസ്സുകൾ റെയിൽവേ SSC എക്സാമുകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പല ചാനലുകളും ഉണ്ടാവും. അപ്പൊ PSC എക്സാമുകളുടെ കൂട്ടത്തിൽ തന്നെ റെയിൽവേ എക്സാമിന് വേണ്ടിയൊക്കെ കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഞാൻ ഒരിക്കലും അത് പ്രിഫർ ചെയ്യില്ല. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമിയിൽ നിന്ന് മാത്രമേ നിങ്ങൾ റെയിൽവേ എക്സാമിന് വേണ്ടി പഠിക്കാവൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു സ്റ്റാഫ് സെലക്ഷന്റെ ഒരു പാറ്റേണിലാണ് റെയിൽവേ എപ്പോഴും എന്ത് നടത്തുന്നത്, പരീക്ഷകൾ നടത്തുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ എവിടുന്ന് പഠിച്ചാലും സ്റ്റാഫ് സെലക്ഷന്റെ ഒരു ലൈനിൽ തന്നെയാണ് നിങ്ങൾ റെയിൽവേ എക്സാമിന്, നാഷണൽ ലെവൽ എക്സാമിന്റെ സ്റ്റാൻഡേർഡിൽ പഠിക്കണം. അല്ലാതെ കേരള PSC നടത്തുന്ന ഒരു പാറ്റേണിൽ അല്ല റെയിൽവേ എക്സാംസിന് പഠിക്കേണ്ടത്. നമ്മുടെ റിസൾട്ടുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു കാര്യം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമികളിൽ കൗൺസിലിംഗിന് എത്താം, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് നിങ്ങൾ ചോദിക്കും മക്കളെ, കൃത്യമായിട്ട് ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് തന്നെ അതിന്റെ റിപ്ലൈസ് നിങ്ങൾക്ക് തരും. അപ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്, എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ ഒരു TT ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ പറഞ്ഞു. നമ്മുടെ ഏജ് ലിമിറ്റ് എത്ര? 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ? +2 ആണ് ക്വാളിഫിക്കേഷൻ. എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്? B2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ് പഠിക്കണം. ഇത് തന്നെയാണ് ടയർ 1-നും ടയർ 2-നും വരുന്നത്. ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എല്ലാ വർഷവും പരീക്ഷ വരുന്നുണ്ട്. ഒക്ടോബർ 21, 28 ഡേറ്റുകൾ മറക്കണ്ട. നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇവിടെ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട്. ഈ വരുന്ന കേരള പിറവി ദിനത്തിൽ ദിശ അക്കാഡമി ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ RRB NTPC അടുത്ത വർഷം വിളിക്കാനായി വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ ട്രെയിനിങ്, അതായത് നമ്മുടെ ഈ വരുന്ന 21-നും 28-നും വരുന്ന നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നവംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പുതിയ ലൈവ് സെഷൻ ക്ലാസ്സുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവര് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. മസ്റ്റ് ആയിട്ടും ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോയിലൂടെ തന്നെ റിപ്ലൈസ് തരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ളവരിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.